ഹായ് ഓൾ. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കീമാണ് എൻ്റെ കൂട് പദ്ധതി. എന്താണ് ഈ എൻ്റെ കൂട് പദ്ധതി? അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് എൻ്റെ കൂട് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായിട്ടുള്ള സ്ത്രീകൾക്ക്, കുട്ടികൾക്കും ഉണ്ട് കേട്ടോ ഈ പദ്ധതി. നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി താമസിക്കുവാൻ ഒരു രാത്രികാല അഭയകേന്ദ്രം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു എൻ്റെ കൂട്. അപ്പോൾ ഇത് രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിയാനായി ഉള്ള ഒരു ഇടമാണ് ഈ എൻ്റെ കൂടെന്ന് പറയുന്നത്. പലതവണ PSCയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, അതുകൊണ്ട് പഠിക്കുക. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യബോധത്തോടെ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സംരംഭം ആണ് ഇത്. ഇപ്പോൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും നഗരത്തിൽ എത്തുമ്പോൾ അവർക്ക് സുരക്ഷിതമായി കഴിയാനായുള്ള ഒരു ഇടം, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് ഈ കേന്ദ്രത്തിൽ താമസിക്കാൻ പറ്റുന്നതാണ്. ഇത് കേരള സാമൂഹ്യ നീതി വകുപ്പ് അല്ലെ, കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. കുട്ടികൾക്ക് മാത്രമായിട്ട് അഡ്മിഷൻ അനുവദിക്കില്ല. അപ്പോൾ സ്ത്രീകളുടെ ഒപ്പമുള്ള കുട്ടികൾക്കാണ് ഇവിടെ കഴിയാൻ പറ്റുന്നത്. കുട്ടികൾ മാത്രം ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ അഡ്മിഷൻ കൊടുക്കുന്നതല്ല. 2015 സാമ്പത്തിക വർഷത്തിലാണ് എൻ്റെ കൂട് പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. 2015 എൻ്റെ കൂട് പദ്ധതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി കഴിയാനായുള്ള ഒരിടമാണ്. സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഈ പദ്ധതിയിലൂടെ തലചായ്ക്കാൻ ഒരിടം ലഭിച്ചത്. ഒരു രാത്രി 50 പേർക്ക് വരെ ഈ ഒരു സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. തുടർച്ചയായി 3 ദിവസം വരെ ഈ സൗകര്യം വിനിയോഗിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അവിടെ തങ്ങാനുള്ള ഫെസിലിറ്റി ഇവർ നൽകുന്നതാണ്. രാത്രി കാലങ്ങളിലാണ് കേട്ടോ തങ്ങാൻ പറ്റുന്നത്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൽ ശീതീകരിച്ച മുറി സൗകര്യം, സൗജന്യമായിട്ടുള്ള താമസം, സൗജന്യ താമസമാണ് കേട്ടോ. അവിടെ ക്യാഷ് ഒന്നും നമ്മൾ അടയ്ക്കേണ്ട, സൗജന്യമായിട്ടാണ് നമുക്ക് താമസിക്കാൻ പറ്റുന്നത്. അവർ ഭക്ഷണം നൽകുന്നുണ്ട് സൗജന്യമായിട്ട്. പിന്നെ എന്താണ്? പ്രൊട്ടക്ഷൻ, സുരക്ഷയുണ്ട്, ടെലിവിഷൻ സംവിധാനമുണ്ട്, അടുക്കള, ശുചിമുറി എന്നീ സൗകര്യങ്ങളാണ് ഈ എൻ്റെ കൂട് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി വഴി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നൽകുന്നത്. ആവശ്യമുള്ളവർക്ക് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് സൗകര്യവും കൂടി ഇവർ ലഭ്യമാക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സർക്കാരിൻ്റെ അവകാശവാദം എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്ക് കമ്പ്യൂട്ടർ ഫെസിലിറ്റിയും ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും ഇവർ നൽകുന്നതാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായിട്ടുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള സംവിധാനം എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? എൻ്റെ കൂട് പദ്ധതി. എൻ്റെ കൂട് പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, ഈ ജില്ലകളിലെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം. ആദ്യമായിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ഈ പദ്ധതി ആദ്യമായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോടിലാണ്. ഓക്കെ, ആദ്യത്തെ എൻ്റെ കൂട് പദ്ധതി, എൻ്റെ കൂട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതിനുശേഷം തിരുവനന്തപുരം, എറണാകുളം ജില്ലയിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വർഷം പഠിക്കുക 2015. അപ്പോൾ ഇത്രയാണ് എൻ്റെ കൂട് പദ്ധതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് മദർ ആൻഡ് ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസും കാര്യങ്ങളും ആണ് നോക്കാനുള്ളത് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.